ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തനിക്കിന്ന് ദേവിയുമായിട്ട് ഒത്തുപോകാൻ സാധിക്കില്ല, ദേവിയുമൊത്തൊരു ജീവിതം തന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആനന്ദ് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ദേവമംഗലത്തെ എല്ലാവരോടും. പക്ഷേ ഗോമതി ഒരു ബന്ധം ഇത്ര വേഗം അവസാനിപ്പിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റില്ല എന്നിട്ട് അമ്മേ, അവളെപ്പോലൊരു കള്ളിയുടെ കൂടെ എനിക്കിനിയും ജീവിക്കാൻ വയ്യ, അത്രയേറെ ഞാൻ അനുഭവിച്ചു. ഇനിയും നിങ്ങൾ ആരും അവളെ എടുത്ത് എൻ്റെ തലയിൽ വീണ്ടും വെക്കാൻ ശ്രമിക്കരുത് എന്ന് തീർത്ത് പറയാണ്. ആനന്ദ് തന്നെ ഇങ്ങനെ പറയുന്ന കേൾക്കുന്ന ബാലനും ഗോമതിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ബാലേട്ട, അവൻ പറയുന്നത് പോലെയൊക്കെ ഇക്കാര്യം ഇത്ര നിസ്സാരമാണോ, ഒരു ബന്ധം മുറിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എന്ന് ഗോമതി അപ്പൊ ചോദിക്കാം. അത് കേൾക്കുന്ന ബാലൻ പറയും, ഗോമതി, തെറ്റ് ചെയ്തത് ഞാനാ, അവന്റെ ഇഷ്ടം പോലെ ഇനി നമുക്ക് പ്രവർത്തിക്കാം. അവളെ പോലെ ഒരു വ്യക്തിയുടെ കൂടെ അവന് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ബാലേട്ട, അവൻ ഇപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നതാ, എന്നും കരുതി അവന്റെ ജീവിതമല്ലേ ഇല്ലാതായി പോകുന്നത് എന്ന് ഗോമതി ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ദേവിയാണെങ്കിൽ ദേവമംഗലത്തുള്ളവരില്ലാതെ ഒരല്പം പോലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ ഇനിയും ദേവിയോട് ദേവമംഗലത്തേക്ക് പോയി നാണം കെടാൻ നിൽക്കരുത് എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ശ്രീകല. പക്ഷെ ദേവിക്ക് എപ്പോഴും ദേവമംഗലത്തെ ഓർമ്മകളാണ്. ആനന്ദേട്ടന് എന്നെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ? അവരെല്ലാവരും എന്നെ വെറുത്തു പോയോ? പക്ഷെ നിങ്ങൾ ആരുമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ ദേവി കരഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം ശ്രീകലയാണെങ്കിൽ എങ്ങനെയും ദേവിയെ ദേവമംഗലത്ത് എത്തിക്കണം. പക്ഷെ അവർ തന്നെ തങ്ങളെ തേടി എത്തണം എന്നുള്ളൊരു ചിന്തയിലാണ്. തൻ്റെ മോളെ അവർ വിളിച്ചുകൊണ്ട് പോകണം, തങ്ങളെ അപമാനിച്ചതിന് അവർക്കുള്ള ശിക്ഷ കൊടുക്കണം എന്നൊക്കെയുള്ള കടുത്ത തീരുമാനത്തിലാണ് കേട്ടോ ശ്രീകല കടന്നു പോകുന്നത്. അപ്പം അച്ഛനും അമ്മയും ദേവിയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്താ നിർത്തിയിരിക്കുന്നത്. നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അനിയത്തി വിദ്യയ്ക്ക് വന്നിരിക്കുന്ന നല്ലൊരു ബന്ധം കൂടി ചിലപ്പോൾ അവസാനിക്കും. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് നീ കേട്ട് നിൽക്കണം. നിന്റെ അനീതിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കും എന്നൊക്കെ പറയാം. അപ്പൊ അനീതിയുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പം ദേവി പറയുന്നതൊന്നും ഇവരിട്ട് കേൾക്കുന്നുമില്ല. അപ്പൊ ദേവി നിശബ്ദയായിട്ട് തന്നെ നിൽക്കാണ് കേട്ടോ. ഇതേ സമയം ഇനിയും ദേവി തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള നല്ല ഭയം ആനന്ദിനുണ്ട്. തൻ്റെ വീട്ടിലുള്ളവരും വേണമെങ്കിൽ ദേവിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നൊരു തോന്നല് ആനന്ദിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനന്ദ് ആരോടും പറയാതെ ഒരു വക്കീലിനെ പോയി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ആനന്ദ് മുന്നോട്ട് പോവുക. അപ്പൊ ദേവമംഗലത്തുള്ള ആരും ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു വക്കീലിനൊക്കെ കണ്ട് റെഡിയാക്കി ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നുണ്ട് ദേവിക്ക്. അപ്പം ഇത് ദേവിക്ക് കിട്ടുമ്പം ദേവി ശരിക്കും തകർന്നു പോവാണ് കേട്ടോ. അപ്പം ഡിവോഴ്സ് നോട്ടീസും പിടിച്ച് വായിച്ചു നിൽക്കുന്ന ദേവിയെ കാണുന്ന ഉദയഭാനും ശ്രീകലയും അടുത്തേക്ക് ചെല്ലുക. ഇങ്ങനെ ഒരു പ്രവൃത്തി ദേവമംഗലത്തുള്ളവരുടെ ഭാഗത്തു നിന്ന് വരുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തെങ്കിലും പുതിയൊരു നാടകം കളിച്ച് ദേവിയെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാക്കിയെടുക്കണം, അത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. ഒരാഴ്ച അവർക്ക് സമയവും കൊടുത്തിരുന്നല്ലോ. കാണുന്ന സ്ത്രീകളെ ഉറഞ്ഞു തുള്ളുക. എന്ത് വിചാരിച്ച ദേവമംഗലത്തുള്ളവർ ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നത്? നമ്മുടെ മോളെ ഉപേക്ഷിച്ച് അവന് വേറെ കെട്ടിക്കാൻ നോക്കുമായിരിക്കും അവരെല്ലാവരും. ഇവളെ ഡിവോഴ്സ് ചെയ്യുന്നതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഉറഞ്ഞു ചൊല്ലാണ്. ഒരാഴ്ച അവർക്ക് സമയം കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് ഈ സ്ത്രീകൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, സ്ത്രീകളെ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. ഉദയേട്ട, ഇത്രയും കാലം നിങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടു നിന്നു, ഇനി എൻ്റെ കൂടെ നിൽക്കണം. ഇവളെ അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നതേ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോളെ അല്ലാതെ വേറെ ഒരുത്തിയുടെ കഴുത്തിലും അവൻ താലി കെട്ടില്ല. അവനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഇവളുടെ കൂടെ തന്നെയാ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ആനന്ദിന്റെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു നടപടിയിൽ ശരിക്കും തകർന്നു പോവാണ് കേട്ടോ നമ്മുടെ ദേവി. ആനന്ദേട്ടന് എന്നെ വേണ്ടെന്നോ, എന്നെ ഉപേക്ഷിക്കാനാണോ ആനന്ദേട്ടൻ നോക്കുന്നത്? ആനന്ദേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവി കരയുവാണ് കേട്ടോ. ആനന്ദ് ആനന്ദ് എന്നുള്ള ഒരു ബിന്ദുവിൽ തന്നെ നിന്ന് ദേവി കരഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? എല്ലാവരും തന്നെ അത്രയധികം വെറുത്തു പോയോ എന്നൊക്കെ അറിയാനായിട്ട് മീനുവിനെ ഫോൺ വിളിക്കാം. അപ്പൊ മീനു കോൾ എടുക്കുന്നുണ്ട്. എന്താ എടുത്തി എന്ന് ചോദിക്കുകയാണ്. മീനു, ഞാനൊരു കാര്യം അറിഞ്ഞു, അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് വിളിച്ചതാ എന്ന് കരഞ്ഞുകൊണ്ട് പറയാം. എടുത്ത് കരയാതെ കാര്യം പറ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കാം. മീനു, എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ആനന്ദേട്ടൻ. എല്ലാവരും അറിഞ്ഞെടുത്തൊരു തീരുമാനമാണോ ഇത്? എന്നെ നിങ്ങൾ എല്ലാവരും ഒഴിവാക്കുവാണോ? അത് എൻ്റെ വീടല്ലേ, എൻ്റെ ആനന്ദേട്ടനല്ലേ, എല്ലാവർക്കും എന്നെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവി നിന്ന് കരയാം. മീനും അപ്പോഴാണ് കേട്ടോ ഇക്കാര്യം അറിയുന്നത് തന്നെ. ആനന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്നോ? എടുത്ത് എന്താ ഈ പറയുന്നത് എന്നൊക്കെ മീന് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ദേവി പറയാം. അത് കേൾക്കുമ്പോൾ മീനു പറയും, ഇല്ല, ഈ വീട്ടിൽ ആരും ഇത് അറിഞ്ഞിട്ടില്ല. ആനന്ദേട്ടൻ എങ്ങനെയാണ് സ്വയം എടുത്ത തീരുമാനമാണ്. അമ്മയോ അച്ഛനോ ഒക്കെ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അറിഞ്ഞേനെ എന്ന് പറയാം. അങ്ങനെ ഒരു ബന്ധം
അറുത്തു മുറിച്ച് കളയാനൊന്നും ഇവിടുത്തെ അച്ഛനും അമ്മയും ഒരിക്കലും കൂട്ടി നിൽക്കില്ലെന്ന് ഏടത്തിക്കും അറിയാവുന്നതല്ലേ. ആനന്ദേട്ടൻ്റെ മനസ്സിൽ വീണ മുറിവുണങ്ങി കഴിയുമ്പം ഏടത്തിയോട് ക്ഷമിക്കുമെന്ന ഞങ്ങൾ എല്ലാവരും കരുതിയിരുന്നത് എന്ന് പറയാം. ഇല്ല മീനു, ആനന്ദേട്ടൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു കാര്യം ആനന്ദേട്ടൻ ആരും അറിയാതെ ചെയ്തത്. എന്നെ ഒഴിവാക്കാനാണ് നോക്കുന്നത്. പക്ഷെ മീനു, സത്യമായിട്ടും നിങ്ങൾ ആരുമില്ലാതെ, എൻ്റെ ആനന്ദേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ആനന്ദേട്ടൻ എന്നെ ഒഴിവാക്കിയാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ ദേവി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് കരയാ. എടുത്ത് സമാധാനപ്പെട്, ഞാനിവിടെ എല്ലാവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് മീനു ഫോൺ വെക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ മീനുവാണ് ഇക്കാര്യം ഗോമതിയോട് അറിയിക്കാനായിട്ട് പെട്ടെന്ന് ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലാം. എന്താ മീനു? അത് പിന്നെ ഏടത്തി വിളിച്ചിരുന്നു. ദേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അവളുടെ വക്കാലുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് അവളുടെ ഒരു വക്കാലത്തും കേൾക്കണ്ട. നിനക്കല്ലേലും അവളോട് അല്പ സ്നേഹമുണ്ട് എന്ന് പറയാം. അമ്മേ, അതല്ല, ഇത് വേറെ പ്രശ്നം. എന്ത് പ്രശ്നം? ഓ, അവളുടെ ആ തന്തയും തള്ളയും ഉണ്ടല്ലോ, അവരെന്തേലും പുതിയ നാടകമായിട്ട് നിന്റെ അടുത്ത് വന്നു കാണുമല്ലേ എന്ന് പറയാം. അതൊന്നും അല്ലമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയണേ. പെട്ടെന്ന് മിത്രയും അങ്ങോട്ട് വരിക. അനു ഉണ്ട്. എന്താ എടുത്തി, എന്താ പ്രശ്നമെന്ന് അനു അപ്പം ചോദിക്കാം. അമ്മേ, ഞാൻ പറയുന്ന കേൾക്ക്. ആ ദേവിയടുത്തേക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയത്രേ. ഡിവോഴ്സ് നോട്ടീസോ? അതിന് ഇവിടെ ആരും അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ലല്ലോ, വക്കീലിനെ പോലും കണ്ടിട്ടില്ല. അമ്മേ, അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ആനന്ദേട്ടൻ സ്വയം അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നാ തോന്നുന്നേ, അല്ലാതെ ഏടത്തേക്ക് ഇത് കിട്ടത്തില്ലല്ലോ എന്ന് ചോദിക്കാം. ആനന്ദ് ദേവിയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചോ? അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവന് തെറ്റ് പറയാൻ പറ്റുമോ? അത്ര വലിയ ചതിയല്ലേ അവളും അവളുടെ കുടുംബക്കാരും എല്ലാം ചേർന്ന് എൻ്റെ മോനോട് ചെയ്തത്. അവൻ തകർന്നു പോയി. അവൻ ഇനിയും അവളെ സഹിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടല്ലേ എന്ന് പറയാം. അത് കേൾക്കുന്ന മിത്രയും അനുവും കൂടി പറയും. അമ്മേ, കാര്യം അറിയാതെ ഇങ്ങനെ പറയല്ലേ. ദേവിയെടുത്ത് ഡിവോഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ? ഏടത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ സമ്മതിച്ച് തരുന്നുണ്ട്. അതിന് പരിഹാരം ഡിവോഴ്സ് ആണോ? രണ്ടുപേരുടെയും ജീവിതം ഇല്ലാതാവുമല്ലേ അമ്മേ എന്നൊക്കെ പറയാം. പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ ഗോമതിക്കും അതിനെപ്പറ്റിയുള്ള കാര്യഗൗരവം വരുന്നത്. അയ്യോ, ആനന്ദ് ശരിക്കും ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ എന്ന് ചോദിക്കാം. അതെ അമ്മേ, ഏടത്ത് എന്നെ വിളിച്ച് കരയുമായിരുന്നു. നമ്മൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ ആനന്ദേട്ടൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയാണ്. പെട്ടെന്ന് ആനന്ദും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് വരിക ഹാളിലേക്ക്. അപ്പം ആനന്ദിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി അടുത്തേക്ക് ചെല്ലാം. എടാ, ഞാനൊരു കാര്യം അറിഞ്ഞു, നീ ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ബാലനും ആര്യനും ആകാശൊക്കെ ഞെട്ടി നിൽക്കുക. ഡിവോഴ്സ് നോട്ടീസോ? അതേ ബാലേട്ട, ആ ദേവി മീനുവിനെ വിളിച്ചത്രേ. നമ്മളെല്ലാവരും കൂടി ചേർന്നാണോ അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചതെന്ന് ഇവളോട് ചോദിച്ചു എന്ന്. നീ ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ മോനെ എന്ന് ബാലൻ ചോദിക്കുക. അതെ, എല്ലാവർക്കും അവളോട് ഒരു സ്നേഹവും ദയയും ഒക്കെ ഉണ്ട്. ഞാനല്ലേ അനുഭവിച്ചത് മുഴുവനും. അവൾ ചതിച്ചതും വിശ്വാസവഞ്ചന ചെയ്തതും കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയതും ഒക്കെ എന്നോടാ. എൻ്റെ മനസ്സിലെ മുറിവ് ഒരിക്കലും ഉണങ്ങാനും പോകുന്നില്ല. എന്നോട് വിശ്വാസവഞ്ചന ചെയ്ത ഒരുത്തിയുടെ കൂടെ ഇനി എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അവൾ എൻ്റെ കൂടെ ജീവിച്ചാലും ഒരു തരിമ്പ് വിശ്വാസം എനിക്ക് അവളോട് ഉണ്ടാകില്ല. അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് ഇച്ചിരി സമാധാനം വേണം. അവളെന്ന ഭാരത്തെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കില്ലാതാക്കണം. അതിന് ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. നിങ്ങളോട് എല്ലാവരോടും പറയണമെന്നായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ നിങ്ങൾ എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കിയാലോ എന്ന് കരുതിയ എന്ന് പറയാൻ കേട്ടോ. അപ്പം തൻ്റെ മകൻ തന്നെ മറികടന്നൊരു തീരുമാനം എടുത്തതിൽ നമ്മുടെ ബാലൻ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അച്ഛൻ നിന്റെ കൂടെ നിൽക്കില്ലെന്ന് നീ കരുതിയോടാ എന്ന് ബാലൻ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല അച്ഛാ, നിങ്ങൾ ഇപ്പം തന്നെ എല്ലാവരും ഒരുപാട് വേദനിക്കുന്നുണ്ട് എൻ്റെ പേരിൽ, എനിക്കത് അറിയാം. പക്ഷേ ഇനിയും അവളെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. അവളുടെ ശല്യം എന്നേക്കുമായിട്ട് അവസാനിക്കാൻ ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. അപ്പം ആനന്ദ് ഡിവോഴ്സിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗോമതിക്കോ ബാലനോ ആർക്കോ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം ആകാശവും ആര്യനും ചോദിക്കുന്നുണ്ട്, ഏട്ടാ, ഏടത്തെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിവോഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതാണോ പരിഹാരം എന്ന് പറയുന്നുണ്ട്. എടാ, എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നിന്നാലടാ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. എനിക്ക് വയ്യ ഇനി അവളുടെ കൂടെ ജീവിക്കാൻ. ഒരു ബന്ധത്തിന് വേണ്ടത് എന്താ? വിശ്വാസം. അത് ഞങ്ങൾക്കിടയിൽ അല്പം പോലും ഇല്ല. ഇനി അവൾ എന്നോട് എത്ര സത്യസന്ധിയായി നിന്നാൽ പോലും എനിക്ക് അവളെ വിശ്വസിക്കാൻ കഴിയില്ല. അവൾ അഭിനയിക്കുവാണെന്നേ എനിക്ക് തോന്നുള്ളൂ എന്ന് ആനന്ദ് തീർത്ത് പറയാണ്. അപ്പം ഏട്ടനാണ് അനുഭവിച്ചത്. ഏട്ടൻ്റെ മനസ്സിലെ വേദന എത്രത്തോളമാണെന്ന് തങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് ആര്യനും ആകാശനും ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും അവര് നമ്മുടെ ആനന്ദിനോട് പറയുന്നില്ല കേട്ടോ. പക്ഷെ ദേവി ആകെ തകർന്ന് തരിപ്പിടുമായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആനന്ദേട്ടന് എന്നെ വേണ്ടെന്നാണോ എന്നുള്ള നിലപാടിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും ദേവി
ചിന്തിച്ച് കളയുന്നുണ്ട്. ഇതേസമയം ശ്രീകലയും ഉദയഭാനുവും നല്ല ദേഷ്യത്തിലാണ്. നമ്മുടെ മോളെ ഉപേക്ഷിച്ച് വലിയ കൊമ്പത്തെ ഏതെങ്കിലും ആലോചന കൊണ്ടുവരാനായിരിക്കും ആ ബാലന്റെ ഗോമതിയുടെ ശ്രമം. നടത്തരുത്, അതിന് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുകയില്ല. ഉദയേട്ടാ, എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളുണ്ട്. നമുക്ക് അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കാം. നമ്മുടെ മോളോടും നമ്മളോടും അവർ ചെയ്തതൊക്കെ നീതികേടല്ലേ? നമ്മുടെ മോളെ കഴുത്തിന് പിടിച്ച വെളിയിൽ തള്ളിയത് ആ ഗോമതി. അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം. നമുക്കൊരു പരാതി കൊടുക്കാം എന്ന് പറയാം. അത് കേൾക്കുന്ന ഉദയഭാനു ചോദിക്കും, പരാതി കൊടുക്കാനോ? നമ്മൾ പരാതി കൊടുത്താൽ തന്നെ അതൊക്കെ പോലീസ് വിശ്വസിക്കുമോ? അതല്ല, ദേവി വന്ന് പരാതിപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ആദ്യം നമുക്ക് ചെല്ലാം. ദേവിയെ കൊണ്ട് പരാതിപ്പെടുത്തുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു എന്ന് ശ്രീകല അപ്പൊ ദേഷ്യത്തോടു കൂടി പറയണം കേട്ടോ. അപ്പൊ ദേവി അറിയാതെ ഉദയഭാനു ശ്രീകലയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെന്ന് ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും ഒക്കെ ദേവമംഗലത്തുള്ള എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തിയാണ് പരാതി കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഗോമതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അനുവിൻ്റെയും മിത്രയുടെയും സകലരുടെയും പേര് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ദേവമംഗലത്തുള്ള മുഴുവനും ആൾക്കാർക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. അതും ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, മാനസിക പീഡനം, അങ്ങനെ പലതും ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസാണ് പോലീസുകാർ എടുക്കുന്നത്. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ആളെവിടെ, ഞങ്ങൾക്ക് ഇതിനൊക്കെ നേരിടേണ്ടി വന്ന ആ പെൺകുട്ടിയെ കാണണം എന്ന് ചോദിക്കുമ്പം അവർ പറയും, എൻ്റെ മോള് വല്ലാത്തൊരവസ്ഥയിലാണ്. അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം തകർന്നടിഞ്ഞ അവസ്ഥയാണ്. അത്രയേറെ വേദനിപ്പിച്ച അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഇതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മോൾക്ക് ഇപ്പം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് അവളുടെ അച്ഛനും അമ്മയും ആയ ഞങ്ങൾ അവൾക്ക് വേണ്ടി ഇവിടെ വന്ന് പരാതിപ്പെട്ടത് എന്ന് പറയാം. അപ്പോൾ അവരുടെ ദയനീയമായിട്ടുള്ള സംസാരവും അവസ്ഥയൊക്കെ കേൾക്കുന്ന പോലീസുകാർ ന്യായം ഇവരുടെ ഭാഗത്ത് തന്നെയാണെന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആനന്ദിനും കുടുംബത്തിനും എതിരെ കേസ് എടുക്കുന്നുണ്ട്. പക്ഷെ ദേവി ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയുന്നില്ല. പക്ഷെ ദേവിയെ കാണണമെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അവളുടെ മനസ്സൊന്ന് ശരിയായാൽ ഉറപ്പായിട്ടും ഞങ്ങൾ കൊണ്ടുവരാം എന്ന് ഉദയഭാനു ശ്രീകലയും പോലീസുകാരെ വിശ്വസിപ്പിക്കുകയാണ്. ഇതേസമയം ഇതൊന്നും നമ്മുടെ ദേവമംഗലത്ത് ആരും അറിയുന്നില്ല. അവർ സാധാരണ പോലെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാം. അപ്പം നമ്മുടെ മീനു ഓഫീസിൽ പോയൊരു ദിവസമാണ് പോലീസുകാർ ദേവമംഗലത്തേക്ക് വരുന്നത്. അപ്പം അവരവിടെ വന്നതിന് ശേഷം ആരാണ് ഗോമതി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതിയും അതുപോലെ അനുവും മിത്രയെല്ലാം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പേര് പോലീസുകാർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന് അവർ പറയുന്നുമുണ്ട്. അല്ല, നിങ്ങൾ എന്താ ഇവിടേക്ക് വന്നത്, എന്താ പ്രശ്നം എന്ന് അപ്പം മിത്ര ചോദിക്കുകയാണ്. പ്രശ്നം എന്താണെന്നൊക്കെ ഞാനേ വിശദമായിട്ട് പറയാം. നിങ്ങളുടെ മരുമകളായിരുന്നില്ലേ ശ്രീദേവി എന്ന് ചോദിക്കാം. അപ്പം അതെ എന്ന് പറയാണ്. ശ്രീദേവിയും കുടുംബവും നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. ഗാർഹിക പീഡനം എത്ര വലിയ തെറ്റാണെന്ന് അറിയാലോ. സ്വന്തമായിട്ടൊരു മകളുള്ള നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളൊക്കെ ഇന്നത്തെ കാലത്തും പെൺകുട്ടികളെ സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങളെ കണ്ട ഇത്രയും വലിയൊരു ദുഷ്ടിയായിരിക്കും എന്ന് തോന്നില്ലല്ലോ എന്നൊക്കെ അതിലൊരു ലേഡി കോൺസ്റ്റബിൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗോമതി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഞാൻ അവളെ പീഡിപ്പിച്ചെന്നോ? ഇല്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളോട് പല കള്ളങ്ങൾ പറഞ്ഞ് എൻ്റെ മകനെ കല്യാണം കഴിച്ചത് അവളുടെ കുടുംബവും വീട്ടുകാരുമാണ് ഞങ്ങളോട് തെറ്റുകൾ മുഴുവൻ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാ തെറ്റുകാരാകുന്നതെന്ന് ചോദിച്ച് ഗോമതി കരയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോയേ പറ്റൂ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിചാരണ ചെയ്തേ പറ്റൂ എന്ന് പറയാണ് കേട്ടോ. അപ്പം മിത്ര പറയുന്നുണ്ട്, ഞങ്ങൾ പിന്നാലെ വന്നോളാം എന്ന് പറയാം. അതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും പിടിച്ചുകൊണ്ട് പോവാം. അപ്പൊ കൃഷ്ണമംഗലത്ത് നിന്ന് അച്യുതനും ബാക്കിയുള്ളവരും ഒക്കെ ഇത് കാണുന്നുണ്ട്. അപ്പം മിത്രയും കൊണ്ടുപോകുന്ന കാണുന്ന നമ്മുടെ അനന്തൻ തകർന്നു പോവാണ് കേട്ടോ. അപ്പം മിത്രയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അനന്തൻ തീരുമാനിക്കുന്നുണ്ട്. ഇതേ സമയം ബാലൻ കടയിലാണ്. അപ്പൊ കടയിലേക്കും പോലീസുകാർ ചെല്ലുന്നുണ്ട്. കടയിൽ നിന്നാണ് ബാലനെയും ആനന്ദിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ സമയത്ത് ആനന്ദും കടയിലുള്ള സമയമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ദേവമംഗലത്തുള്ളവരെല്ലാം വന്നതിന് ശേഷം ഉദയഭാനുവിനെയും ശ്രീകലയും പോലീസുകാർ വിളിക്കുന്നുണ്ട്. അപ്പം ദേവിയോട് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോളെ, ഇന്ന് തന്നെ കണ്ടോ നിന്റെ അമ്മായിമ്മയും അമ്മായിച്ചനും നിന്റെ കാല് വീണ് മാപ്പ് പറഞ്ഞ് അവരുടെ മകന് വേണ്ടി അപേക്ഷിച്ച് നിന്നെയും കൂട്ടിക്കൊണ്ട് പോകും. അതിനുള്ളത് നിന്റെ അമ്മയും അച്ഛനും ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കാം. അപ്പം അത് കേൾക്കുന്ന നമ്മുടെ ദേവി പേടിച്ചു പോവാം. നിങ്ങൾ എന്താ ചെയ്തത് എന്ന് പറയാം. അവർക്കെതിരെ ഞാനൊരു പരാതി കൊടുത്തു. നമ്മളെ ആ ദേവമംഗലത്തിന്റെ മുറ്റത്ത് വെച്ച് എത്രമാത്രമാണ് ആ ഗോമതിയും കുടുംബവും അപമാനിച്ചത്. ആരെങ്കിലും നമുക്ക് വേണ്ടി സംസാരിച്ചോ? ഇല്ലല്ലോ. എൻ്റെ മോളോട് ഇത്രയധികം ദ്രോഹം ചെയ്ത അവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പരാതിപ്പെട്ടു എന്ന് പറയാം. അത് കേൾക്കുന്ന ദേവി ഞെട്ടിത്തരിച്ചു നിൽക്കുക. അമ്മയ്ക്കും അച്ഛനും ആനന്ദേട്ടനെതിരെ പരാതി കൊടുക്കുവോ? അമ്മ എന്തൊക്കെയായി പറയുന്നത്? അതിന് അവരെന്ത് തെറ്റാ ചെയ്തത്? തെറ്റു മുഴുവൻ ചെയ്തത് നമ്മളല്ലേ? സത്യങ്ങൾ അറിഞ്ഞപ്പം അവരിങ്ങനെ പ്രതികരിച്ചു. അവരുടെ ഭാഗത്ത് നമ്മളാണെങ്കിലും ഇങ്ങനല്ലേ ചെയ്യുള്ളൂ എന്ന് ചോദിക്കുക. നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിനക്ക് അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റണോ? അതോ നിനക്ക് ആനന്ദിനെ പിരിഞ്ഞ് ഇവിടെ നിന്നാൽ മതിയോ? പക്ഷേ ഇവിടെ നിന്നെ അധിക ദിവസം
നിർത്താനൊന്നും പറ്റില്ല. നീ മാത്രമല്ല ഞങ്ങൾക്ക് മകളായിട്ടുള്ളത്, നിന്റെ ഇളയതൊന്നുകൂടിയുണ്ട്. അവൾക്ക് നല്ല ബന്ധങ്ങൾ വരുന്ന സമയമാണ്. എങ്ങനെയെങ്കിലും അതുകൂടി ഒന്ന് നടത്തിയെടുക്കണം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് നിന്നാ നിനക്ക് കൊള്ളാം എന്ന് ശ്രീകല ദേവിയോട് പറയണം. ഇല്ല, ദേവമംഗലത്തുള്ള ആർക്കും എതിരെ ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാം. ഉദയഭാനു പറയും, എടി മോളെ, അവർ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയപ്പം അവർക്ക് ചെറിയ ഭയം വന്ന് കാണും. അവരായിട്ട് നിന്നെ വന്ന് വിളിച്ചോണ്ട് പോകും. അവരായി നിന്നെ വിളിച്ചോണ്ട് പോയാൽ നിനക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാകും. അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് എന്ന് നീ ജീവിക്കേണ്ടി വരും. അതല്ല, ആനന്ദ് നിന്നെ വിളിച്ചോണ്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആനന്ദും ദേവമംഗലത്തുള്ളവരും ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പൊ അതിന് ദേവി തല കുനിച്ച് നിൽക്കുകയാണ്. തനിക്ക് ആനന്ദേട്ടനെ വേണം എന്നൊരു ചിന്ത മാത്രമേ ദേവിയുടെ മനസ്സിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറയുന്നത് നീ കേൾക്കണം എന്ന് പറയാ. ദേ, ഉദയേട്ടൻ എന്തിനാ ഇവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവള് നമ്മൾ പറയുന്നത് അനുസരിച്ച് നിൽക്കും, അല്ലാതെ ഇവളുടെ മുന്നിൽ എന്താ വഴിയുള്ളത് എന്ന് ശ്രീകല ചോദിക്കാം. മര്യാദയ്ക്ക് പോലീസുകാർ വിളിക്കുമ്പോൾ നീ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. നീ നുണയൊന്നും പറയണ്ട. ഗോമതി നിന്നോട് എങ്ങനെയൊക്കെ പെരുമാറി, അവിടെ ഉള്ളവരത് കണ്ടു നിന്നതും ഒക്കെ നീ ഇങ്ങ് പറഞ്ഞാൽ മതി. കൂടുതലൊന്നും നീ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവിയെ അതും ഇതൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റാനായിട്ട് നോക്കുക. പക്ഷെ ദേവി ദേവമംഗലത്തുള്ളവരുടെ കൂടെ തന്നെ നിൽക്കാനായിട്ട് ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ശ്രീകല ദേവിയെ ഒരു രീതിയിലും ഒന്നിനും സമ്മതിക്കുന്നില്ല. ദേവമംഗലത്തുള്ളവർക്ക് അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ എന്നേക്കുമായി ഇവിടെ നിൽക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ ശ്രീകല ഉദയഭാനുവും കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ, എൻ്റെ മോളെ ശാരീരികവും മാനസികമായിട്ട് ഉപദ്രവിച്ചു, സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു, ഞങ്ങളുടെ മകൾക്ക് കൊടുത്ത സ്വർണം പോലും ഇവർ പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് 100 കള്ളങ്ങളാണ് കേട്ടോ എഴുതി കൂട്ടിയിരിക്കുന്നത്. അതെല്ലാം കണ്ട് ഈ നിൽക്കുന്ന അവളുടെ ഭർത്താവ് നിൽക്കുകയും അവളെ വേണ്ടെന്നും പറഞ്ഞ് ആരും അറിയാതെ അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസിന്റെ അയച്ച നോട്ടീസും എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ കേസ് അവർക്ക് അനുകൂലമാക്കി എടുക്കുക. അപ്പൊ ബാലനോ ഗോമതിയോ ആനന്ദോ പറയുന്ന സത്യങ്ങളൊന്നും അവരാരും വിശ്വസിക്കുന്നില്ലേ. ഇതേ സമയം ഗോമതി സ്റ്റോറിൽ നിന്നും പണം മോഷ്ടിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ആനന്ദിന്റെ കയ്യിൽ, അത് ആനന്ദ് പോലീസുകാരെ കാണിക്കുന്നുണ്ട്. ഇത്രയും കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് നുണകൾ പറഞ്ഞ ഇവരുടെ മകളെ എൻ്റെ ഭാര്യയാക്കി ഇവര് ദേവമംഗലത്തേക്ക് അയച്ചത്. അങ്ങനെ ഒരുത്തിയെ എനിക്ക് ഇനിയും ഭാര്യയായി കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ടാ ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. അതിലെൻ്റെ വീട്ടുകാർക്കാർക്കും ഒരു പങ്കുമില്ല. ആരോടും പറയാതെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. വിശ്വാസവഞ്ചന ചെയ്ത ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കണമെന്ന് ഏത് കോടതിയാണ് എന്നോട് ആവശ്യപ്പെടുക എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും ഉദയഭാനു ശ്രീകലയും പറയും, ഞങ്ങളും ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നും കരുതി ഒരു പെൺകുട്ടിയെ, അതും ഇവന്റെ ഭാര്യയാ, അവളെ കഴുത്തിന് പിടിച്ചു പുറത്താക്കാൻ ആർക്ക് അധികാരമുള്ളത്? ദേ, ഇവന്റെ അമ്മ നിൽക്കുന്നു. ഈ സ്ത്രീയെ കയ്യെ പിടിച്ചു വലിച്ച് എന്റെ മോളെ പുറത്തേക്ക് വലിച്ചഴിച്ചതുപോലെ ഇട്ടത് ആർക്കാ എന്റെ മോളെ ഉപദ്രവിക്കാൻ അവകാശമുള്ളത് എന്നൊക്കെ വീണ്ടും ചോദിക്കാൻ കേട്ടോ. എന്തായാലും പോലീസുകാർ കേസ് എടുക്കുന്നുണ്ട്. എങ്കിലും ദേവമംഗലത്തുള്ളവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പം ജാമ്യം കിട്ടണമെങ്കിൽ കോടതിയിൽ കേസ് പോകണം എന്നും ബോധ്യപ്പെടാം. ഇതേ സമയം ഇത്രയും പോലീസ് സ്റ്റേഷനിലായതോടുകൂടി നമ്മുടെ അനന്തൻ എങ്ങനെയും ദേവമംഗലത്തുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനത്തിലെത്തുക. അപ്പൊ അനന്തനും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അനന്തനെ കാണുമ്പോൾ മിത്ര ഓടിപ്പോയി കരയാണ്, അച്ഛനെ കെട്ടിപ്പിടിച്ച്. തന്റെ മകളുടെ അവസ്ഥയിൽ ഒരുപാട് സങ്കടം വരികയാണ്. ഉദയഭാനുവിനെയും ശ്രീകലയും നല്ല രൂക്ഷമായിട്ടാണ് അനന്തനൊന്ന് നോക്കുന്നത്. അനന്തനും കൂടി ഇടപെട്ട് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുവാണോ എന്നുള്ളൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല ദേവമംഗലത്തുള്ളവര് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചതും ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഒരു അടി കിട്ടിയതുപോലെ ആയി. അപ്പം ദേവിയെയും കാണണമെന്നും ദേവിയുടെ മൊഴി എടുക്കണമെന്നും പോലീസുകാർ തീർത്ത് പറയാണ് കേട്ടോ. അപ്പൊ ദേവി തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കില്ല എന്നൊരു ഉറച്ച നിലപാട് മീനുവിനുണ്ട്. അപ്പം മീനുവും പുറത്തു നിന്ന് എല്ലാം അവരെ പുറത്തെടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അനന്തനോടൊപ്പം നിന്ന് കേട്ടോ. ഇതേ സമയം ദേവിയാണെങ്കിൽ ആകെ ടെൻഷനോട് കൂടെ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഉദയഭാനു ശ്രീകലയും വന്ന് പലതും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ദിവ്യയുടെ കല്യാണവും അവളെ നിന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു നിവൃത്തിയില്ലാതെ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരികയാണ് ദേവിക്കും. പക്ഷെ ദേവി തങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം നമ്മുടെ മിത്രയ്ക്കും മീനുവിനും ഉണ്ട്. ഇതേസമയം ദേവിയുടെ മൊഴിയും എടുക്കാനായിട്ട് പോലീസുകാർ അവളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഉദയഭാനു ശ്രീകലയും ദേവിയായിട്ട് വരിക. അപ്പോൾ ദേവി എന്ത് പറയുന്നോ അതിനെ ആശ്രയിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്നൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം ദേവിയോട് ചോദിക്കുന്നുണ്ട്, ഇവര് നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം ഗോമതിയും
നമ്മുടെ ബാലനും ദേവിയെ തന്നെ നോക്കുക. അപ്പം ദേവി ഒന്നും മിണ്ടുന്നില്ല. കുട്ടിയോടെ ചോദിച്ചിട്ടുള്ളത്. കുട്ടിയെ ഇവർ പുറത്തിട്ട് വാതിലടക്കിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അവർ അയലോക്കത്തുള്ളവരോടൊക്കെ പോലീസുകാർ മൊഴി എടുക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ നടന്ന സംഭവങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ദേവി പറഞ്ഞു, എന്നെ പറ്റിയുള്ള ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ സത്യങ്ങൾ അറിഞ്ഞപ്പം ഇവർക്ക് ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അച്ഛനും അമ്മയും ചെയ്തത് തെറ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ ദേവി അങ്ങനെ സംസാരിച്ചത്. അതായത് കുട്ടിയെ പുറത്താക്കി വാതിലടിച്ചു, കുട്ടിയെ ഉപദ്രവിച്ചു എന്നല്ലേ അതിനർത്ഥം? ഒരിക്കലുമല്ല എന്ന് അപ്പം ദേവി പറയാം. പെട്ടെന്ന് ഉദയഭാനു ശ്രീകലം കൂടി പറയും, അതെ, ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാരോടെല്ലാം ചോദിച്ചു നോക്കിക്കോ, എൻ്റെ മോളെ പുറത്താക്കി വാതിലടിച്ചു. വീണ്ടും ആ വീട്ടിലേക്ക് ആനന്ദിനോടൊപ്പം ജീവിക്കണമെന്ന് ആവശ്യമായി ചെന്ന എൻ്റെ മോളെ വീണ്ടും അവർ പുറത്താക്കി അപമാനിച്ചു എന്നൊക്കെ വിളിച്ചു പറയാൻ കേട്ടോ. ദേവി കൂടി അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പം ഏകദേശം പോലീസുകാർ കേസ് എടുക്കുകയാണ്. അപ്പം ഇനി ജാമ്യം കിട്ടണമെങ്കിലും കോടതിയിൽ നിന്ന് എടുക്കാനാകൂ എന്നൊരു അവസ്ഥയിൽ എത്തുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ കേസ് കോടതിയിലാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനന്തനും അതുപോലെ അച്യുതനും ഇത്തവണ ഗോമതിക്കൊപ്പം നിൽക്കുന്നുണ്ട്. വീട്ടിൽ അത്രയും പ്രഷറുണ്ട്. അതുമാത്രമല്ല, മിത്രയും ഇതിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ എങ്ങനെയും അവരെ പുറത്തിറക്കിയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം അനന്തൻ എടുക്കുമ്പം ഇഷ്ടമില്ലാതാണെങ്കിലും അനന്തനോടൊപ്പം നിൽക്കാൻ അച്യുതൻ നിർബന്ധിതനാകുന്നതാണ്. അപ്പോൾ കേസ് കോടതിയിൽ വന്നു കഴിയുമ്പോഴും ദേവി വളരെ കുറ്റബോധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ദേവി തന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാ, എൻ്റെ ഭാഗത്തെ തെറ്റ്, അവരാരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദേവി സത്യങ്ങൾ പറയുന്നതോടുകൂടി കേസ് അവിടെ ഇല്ലാതാകുന്നുമുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഈ ഒരു പ്രവൃത്തിയോട് കൂടി ആനന്ദിന് ദേവിയോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടാണ്. ഇനി ഒരിക്കലും ഇവളെപ്പോലെ ഒരുത്തി വേണ്ട എൻ്റെ ജീവിതത്തിൽ എന്നൊരു തീരുമാനവും എടുക്കാണ് കേട്ടോ. അപ്പൊ ഈ ഗോമതിക്കും അതുപോലെ തന്നെ ബാലനും ഒക്കെ ദേവിയോട് നല്ല ദേഷ്യം ഈ ഒരു പ്രവൃത്തിയോട് കൂടി ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അവസാനം ദേവമംഗലത്തുകാർക്ക് അനുകൂലമായി തന്നെയാണ് ദേവി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷം. നമ്മൾ ഇതിൻ്റെ തമിഴ് വെച്ചിട്ടാണ് ഈ കഥ പറഞ്ഞത്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നീട് നമ്മുടെ ഈ സമയത്ത് തന്നെ നമ്മുടെ ധർമ്മൻ്റെ കടയുടെ ഉദ്ഘാടനം നടക്കുന്നതും ഒക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ബാലനും കുടുംബവും ഇച്ചിരി തകർന്നു നിൽക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ധർമ്മൻ്റെ കട നല്ലൊരു വിജയമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുകന്യ അതിനുവേണ്ടി പല കളികളും കളിക്കുന്നതും ഒക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ കഴിയുവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഗുഡ് ബൈ.